Flavours of AB Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കപ്പ് കേക്ക് ആണ്. അടിപൊളി ടേസ്റ്റിൽ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല, മെൽറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉള്ള കാരണം ഞാൻ ചേർക്കുവാണ്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 3/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ 3/4 കപ്പ്. പൊടിച്ചതാകുമ്പോൾ ഇത് 1 കപ്പ് ഉണ്ടാവും കേട്ടോ. കുറച്ച് മൈദപ്പൊടി നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടിയിലോട്ടൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് എല്ലാ സൈഡിലും ഈ ട്യൂട്ടി ഫ്രൂട്ടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ ജാറിൽ തന്നെ നമുക്ക് മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. മുട്ട നന്നായി അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായി അടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാരയൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഞാനിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന ആ 1/4 കപ്പ് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 3 ടീസ്പൂൺ കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് പാടില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല, തിക്കായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ച് നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഞാനൊരു കടായി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും അങ്ങനെ ചെയ്യുക. കുക്കറാണെങ്കിൽ കുക്കർ, പാൻ ആണെങ്കിൽ പാൻ, എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കാം. പിന്നെ അതിൻ്റെ പുറത്തൊരു സ്റ്റാൻഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കേക്ക് ടിൻ എടുക്കാം. അത് നന്നായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി കേട്ടോ. കപ്പ് കേക്കിൻ്റെ പേപ്പർ മോൾഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ കപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഗ്ലാസ്, പിന്നെ കപ്പുകളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ടിന്നെടുത്ത്
കടായിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാറ്ററെല്ലാം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും വെച്ച് കൊടുക്കും. മൂടിയിലൊരു ഹോളുള്ള കാരണം ഞാനത് പേപ്പർ വെച്ച് മൂടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇത് ബേക്കായി വരാനായിട്ട് 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓരോ ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ടും ബേക്കായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ മൂടി വെച്ച് കത്തിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.